ഇതിൽ സത്യം വിചാരിച്ചെന്താ, ഇങ്ങനെ മോഹൻലാൽ തന്നെ പറ്റിക്കാൻ വേണ്ടി വീണ്ടും ഇങ്ങനെ എന്തെങ്കിലും കുസൃതര ഒപ്പിക്കുമോ അതെന്ന് വിചാരിച്ചിട്ട് അശ്വിനോട് പറഞ്ഞു പിന്നെ വിളിക്കാം. അപ്പോൾ വീണ്ടും വന്നു അല്ല വേറെന്തോ കാര്യം സംസാരിക്കുക. അപ്പോൾ സത്യം വിചാരിച്ചെന്താണെന്നറിയാമോ, മുൻപൊരിക്കൽ ഇങ്ങനെ പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഒരു ഫോൺ കൊണ്ടിരുന്നു. ഇടതുപക്ഷ മുന്നണിക്ക് അധികാരം സീറ്റുകൾ കിട്ടിയപ്പോൾ, കഴിഞ്ഞ പ്രാവശ്യം സീറ്റ് കൂടുതൽ കിട്ടിയപ്പോൾ പിണറായി വിജയൻ്റെ ഫോൺ വരുന്നു. അപ്പോൾ സത്യനും സത്യൻ്റെ മകനും അഖിൽ സത്യനും കൂടി യാത്രയിലായിരുന്നു. അപ്പോഴാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോൺ വന്നു എന്താ, അപ്പോൾ അത് കാണുന്ന വിളിച്ചു ഞാൻ പിണറായി വിജയൻ സഖാവിന് കൊടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് സത്യനെ ഏൽപ്പിക്കുന്നത്. അപ്പോൾ സത്യൻ തീരുമാനിച്ചു, ലാലേ ഇത്തവണ നീ പിണറായി വിജയൻ സഖാവിൻ്റെ റോളിലാണ് പ്രത്യക്ഷപ്പെടുന്നത്, നിനക്കുള്ളൂ ഞാൻ തരാം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഫോൺ അറ്റൻഡ് ചെയ്യുന്നത്. പക്ഷേ ലാൽ അത് അവിടെ അപരിചിതനായ എന്നാലും മയപ്പെടുത്തുന്ന രീതിയിൽ വളരെ പതുക്കെയുള്ള സംസാരം കേട്ടത്. വേറെ ആരോ ആയിരിക്കും എന്ന് വിചാരിച്ചു. ഒരിക്കലും പിണറായി വിജയനാണെന്ന് സത്യൻ അന്തിക്കാട് വിചാരിച്ചിട്ടുണ്ടായില്ല. സംസാരിച്ച കൂട്ടത്തിൽ സത്യൻ അന്തിക്കാടാണ്, നിങ്ങൾ കുറച്ച് കലാകാരന്മാരെ എൻ്റെ സത്യപ്രതിജ്ഞയ്ക്ക് ഞാൻ ക്ഷണിക്കുകയാണ്, തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞ എന്ന് പറഞ്ഞു. ഓക്കെ വരാം എന്ന് സത്യം പറഞ്ഞു വെച്ചെങ്കിലും അത് പിണറായി അല്ലാതെ അപ്പോൾ തന്നെ മോഹൻലാലിൻ്റെ നമ്പറിൽ ഡയൽ ചെയ്തു.